നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയ്യപ്പൻ്റെ അതിൽ ഞങ്ങൾ കടന്നു നിന്നു. അപ്പോൾ 5 മണി ആയതുകൊണ്ട് തന്നെ സീനിയറിൻ്റെ ക്യൂ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ കാത്തു നിൽക്കേണ്ടതായി വന്നിട്ടാണ് പിന്നീട് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചത്. നാലമ്പലത്തിനകത്തേക്ക് കയറിയതും മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. തുളസിയിൽ മാത്രം കോർത്തിട്ടുള്ള മാലകളും താമരപ്പൂവിൻ്റെ ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകളുമായിരുന്നു. നിറയെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇന്നലെ പിന്നെ സോപാനന്ദത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭഗവാനാകട്ടെ ഇന്നലെ ശ്രീലകത്ത് മത്സ്യാവതാര രൂപത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട്. ആ അരയ്ക്കുന്ന കീഴ്പോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് ചതുർബാഹുവായിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. 4 കൈകളിലും ശംഖു ചക്ര ഗദാപത്മത്തോടു കൂടിയിട്ടാണ് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 3 തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു. ആദ്യത്തേത് നിറയെ തെച്ചി ഇങ്ങനെ കോർത്തിട്ട് കുറച്ച് ഭാഗത്ത് തുളസിയും കുറച്ച് നന്ദ്യാർവട്ടവും കൂടെ. അത് നമുക്ക് ശരിക്കും അങ്ങോട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ, ഒരു സൈഡിലായിട്ടായിരുന്നു. അതുകൊണ്ട് ഭൂരിഭാഗവും ആ തെച്ചിപ്പൂക്കളായിരുന്നു കാണാനുണ്ടായിരുന്നത്. പിന്നെ 2 തിരുമുടിമാലകൾ ഒരേപോലെയായിരുന്നു കേട്ടോ. അതായത് തെച്ചിയും തുളസിയും കൂടെ ഇടകലർന്ന് കോർത്തിട്ടുള്ള രീതിയിലായിരുന്നു. അതേപോലെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. കുറച്ച് തെച്ചി കോർത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിലായിട്ട് നന്ദ്യാർവട്ടം കോർത്തിട്ട് പിന്നെയും തെച്ചി കോർത്തിട്ടുള്ള ആ 3 കളറിലുള്ള തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടവും കൂടെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഉണ്ടമാലയായിട്ടുണ്ടായിരുന്നത്. അതിന് നടുക്കാണ് മത്സ്യാവതാര രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പൊന്നിൻ്റെ തിലകൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ചാർത്തിയിട്ട് വലിയ കാതുപൂക്കളൊക്കെ ചാർത്തിയിട്ട് 2 മാലയൊക്കെ ഉണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ വേറൊരു മാലയുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഗോപി തിലകം ഇങ്ങനെ നെഞ്ചിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ശംഖും ചക്രവും അതേപോലെ പത്മവും ഒക്കെ സ്വർണത്തിൻ്റെയാണ്. സ്വർണ്ണ തിലകം ആ പൊട്ട് പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗത ചാർത്തിയിരിക്കുന്നത് ചെറിയൊരു ഗതയാണ്, ചന്ദനത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ അരയിൽ ആ കിങ്ങിണിയൊക്കെ ഒരു പ്രത്യേക അലുക്കുകളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു കിങ്ങിണിയായിരുന്നു. ആ വാലും മത്സ്യത്തിൻ്റെ ആ രൂപമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി തിളങ്ങി ശ്രീലകത്ത് നിൽക്കുന്ന ആ പൊന്നിൻ്റെ ശംഖും ചക്രവും താമരയൊക്കെയാണല്ലോ, അതൊക്കെ നല്ല ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മത്സ്യാവതാരത്തെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ഗണപതിയുടെ അടുത്തേക്കാണോട്ട് എത്തിയത്. ഗണപതിക്ക് ഇന്നലെ ഒരു കസവുമുണ്ട് ഉണ്ടായിരുന്നു. അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഒരു താമരമുട്ട് പിടിച്ചിട്ടുണ്ട്, മറു കയ്യിൽ ഒരു സ്വർണ്ണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കൈകളും ഇങ്ങനെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഗണപതി പിടിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ തുമ്പിക്ക് തൊട്ട് മുകളിലായിട്ട് ഗോപിപ്പൊട്ട് ഇങ്ങനെ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള യു ഷേപ്പിലുള്ള ഒരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നില്ല കേട്ടോ. നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. കാരണം അതിൻ്റെ മുകളിലായിട്ട് അലങ്കാരങ്ങൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ മാലകൾ കൊണ്ട്, പതക്കം പോലെയുള്ള മാലകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ മുകളിലോട്ടും അലങ്കാരം തന്നെയാണ് കേട്ടോ. 2 കാതുകളിലും ഈ യു ഷേപ്പിലുള്ള വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള കുറിയ തൊട്ടിട്ടുണ്ട്. ആ കിരീടമൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ ചാർത്തിയിരിക്കുന്നത് കാണാനായിട്ട്. നിറയെ തിളങ്ങുന്ന കല്ലുകളും സ്വർണത്തിൻ്റെ നിറമൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചന്ദ്രകലയും ഉണ്ട്, മയിൽപ്പീലിയും കൂടെ ചൂടിയിട്ടാണ് ഇന്നലെയും ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഗണപതിയെ തൊഴുതിട്ടാണ് തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതും പിന്നെ ആ കുഞ്ഞീഷ്ണനെ, നമ്മുടെ പൊന്നു കുഞ്ഞീഷ്ണനെ ഒന്ന് തൊഴുതിട്ട് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ബാക്കി ദശാവതാര തൂണുകൾ ഓരോന്നിങ്ങനെ തൊഴുത് വന്ന് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതും. അവിടെ ഇന്നലെ താമരയിതളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ള ധാരാളം മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറമാലകളായിട്ടും ഭഗവാന്റെ ദേഹത്തും ഒക്കെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ബാക്കി ഉള്ള ഓരോ ദശാവതാര തൂണുകളും തൊഴുതു വരികയാണ്. 9ാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അവിടെ ഇന്നലെ തുളസി മാലകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ തുളസിയും തെച്ചിയും
നന്ദ്യാർ വട്ടവും കൂടെ കോർത്തിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു. പോരാതെ നാമമാല ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നന്നായി തൊഴുതിട്ടാണ് മുരുകനെ തൊഴുതത്. പിന്നെ ആഞ്ജനേയനെ തൊഴുതു, രാധാകൃഷ്ണന്മാരെ തൊഴുതു. പിന്നെ കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത്. പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മയെ കാണാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ കാണേണ്ടുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ. ഉഗ്ര രൂപത്തിലിരിക്കുന്നുണ്ടായിരുന്നേ. ദംഷ്ട്രയൊക്കെയുള്ള ഭഗവതിയായിരുന്നേ. നമുക്ക് മുൻപ് കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ണിക്കണ്ണൻ ആ കളമെഴുത്ത് നടക്കുന്ന ഒരു സമയത്ത് വന്ന് കണ്ടപ്പോൾ അമ്മേ പേടിയാവണുണ്ടോ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ഒരു രൂപം. അതേപോലെ വലിയൊരു സ്വരൂപത്തിലാണ് ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കുങ്കുമത്തിൻ്റെ വർണ്ണത്തിലുള്ള ഉടയാടിയായിരുന്നു. കയ്യിലൊരു വലിയ വാളൊക്കെ പിടിച്ചിട്ട് ആ ദംഷ്ട്രയൊക്കെ കാണിച്ച് ചുവന്ന നാവൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത്രയും ഉഗ്ര രൂപത്തിലാണ് ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. വലിയ നല്ല വീതിയുള്ള ഒരു മാലയൊക്കെ ഇട്ടിട്ട് കമ്മലുകൾ ഒരു വലിയ സ്വർണത്തിൻ്റെ പൂവാണ് 2 ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ കമ്മലുണ്ടായിരുന്നത്. വലിയൊരു പൊട്ടൊക്കെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ട് വലിയൊരു ഗംഭീര ഒരു കിരീടമൊക്കെ ചാർത്തിയിട്ടാണ് ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. കണ്ടാൽ നമുക്കൊന്ന് പേടിയാകുമോ എന്നൊക്കെ തോന്നുന്ന കുറച്ച് നേരം എനിക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി കേട്ടോ. അത്ര ഗംഭീരമായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മയുടെ ഒരു അലങ്കാരം ഉണ്ടായിരുന്നത്. നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതത്. പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത്. കൂത്തമ്പലത്തിലെ അകത്തുള്ള ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി. അയ്യപ്പൻ ഇന്നലെ ഒരു കറുപ്പ് നിറത്തിലുള്ള ഉടയാടിയായിരുന്നു. നിറയെ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു പോലെ സ്വർണത്തിൻ്റെ ലേസൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ട് നല്ല ചന്തത്തിലുള്ള ഒരു ഉടയാടിയായിരുന്നു കേട്ടോ. അതുകൂടാതെ അരയുടെ ആ ഭാഗത്ത് വെളുപ്പും ചുവപ്പും നിറത്തിൽ ഇങ്ങനെ നൂലുകൾ ചേർത്ത് ഒട്ടിച്ച് വെച്ച പോലെയുള്ള ഒരു അലങ്കാരം കൂടി ഉണ്ടായിരുന്നു. മാല എന്ന് പറയുന്നത് വെളുത്ത ഒരു നൂലിലെ സ്വർണത്തിൻ്റെ ഒരു പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു മാലയായിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ കഴുത്തിൽ വേറെയും ഒരു സ്വർണ്ണപ്പൂവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതുകളിലും പൂക്കളുണ്ട്. നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അയ്യപ്പനായിരുന്നു. കൂടാതെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടും ചുവന്ന പട്ടുകൊണ്ടും നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ആ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയത്. അവിടെ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന മുരളീധരൻ്റെ ആ രൂപം ഒന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ചിട്ടാണ് പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് നേരെ കൊടിമരത്തിന് ചുവട്ടിലെത്തിയത് കേട്ടോ. ഒന്നുകൂടി നമ്മുടെ ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ഒരു കുട്ടിക്കഥ പറയാട്ടോ. നമ്മുടെ ഉണ്ണിയുടെ കുറുമ്പിൻ്റെ കഥയാണ്. നമ്മുടെ ഉണ്ണിയും കൂട്ടുകാരൊക്കെ വൃന്ദാവനത്തിലെ അഹമ്മതി കാണിച്ച് നടക്കുന്ന ഒരു കാലമാണ് കേട്ടോ. നന്നേ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ പ്രധാന വിനോദം എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റാൽ തന്നെ ഓരോ ഗോപികമാരുടെ വീടുകളിലേക്ക് പോകും. ഈ ഒപ്പമുള്ള കുട്ടികളുടെ വീട് തന്നെയായിരിക്കും കേട്ടോ അത്. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, അവിടെയുള്ള വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ചെടുത്തിട്ട് കഴിക്കുക, എന്നിട്ട് ആ കലമൊക്കെ തല്ലിപ്പൊട്ടിക്കുക. ഇതാണ് പ്രധാന വിനോദം. അപ്പോൾ ഈ ഗോപികമാരെന്താ ചെയ്യാന്നറിയോ, അവരും ഇതേപോലെ തന്നെ രാവിലെ ഇറങ്ങും യശോദാമ്മയുടെ വീട്ടിലേക്ക്. എന്നിട്ട് എന്തിനാ ഈ കാണിച്ച കുറുമ്പുകളൊക്കെ ഇങ്ങനെ അക്കം വിട്ടിട്ട് പറഞ്ഞിട്ടിരിക്കട്ടെ, യശോദാമ്മ ഇന്ന് ഇതാണ് ഉണ്ണി കാണിച്ചത്, ഇന്ന് ഇങ്ങനെയാ കാണിച്ചേ, ഇക്കണ്ട കലമൊക്കെ തല്ലിപ്പൊട്ടിച്ചു എന്ന് പറയും അവർ യശോദാമ്മയുടെ അടുത്ത് വന്നിട്ട്. അത് എന്തിനാ പറയണെന്ന് വെച്ചാൽ അവർക്കൊരു സുഖം. അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ യശോദാമ്മയ്ക്കും നല്ലൊരു സുഖം കിട്ടും, സന്തോഷമൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ കംപ്ലൈൻറ്റുകളായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ എന്നും കല മുടക്കലുണ്ടായിരിക്കും. അങ്ങനെ യശോദാമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ യശോദാമ്മ പറയും, എന്നാൽ കല മുടച്ചില്ലേ, ഈ സ്വർണ്ണത്തിൻ്റെ കലമെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കലം കൊടുക്കൽ തന്നെയാണ് യശോദാമ്മയുടെയും പണി. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഒരു ഗോപിക വന്ന് ചോദിച്ചു, യശോദാമ്മ ഇന്ന് എൻ്റെ പാലിൻ്റെ കുടം പൊട്ടിച്ചു ഉണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സ്വർണ്ണത്തിൻ്റെ കുടമൊക്കെ ഇവിടെ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപികയ്ക്ക് നല്ല വിഷമമായിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചപ്പോൾ യശോദാമ്മ പറയണേ, സ്വർണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ, രത്നത്തിൻ്റെ കുടം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുത്തു. അവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരിച്ചിട്ടാണ് ജീവിക്കുന്നത്. എപ്പോഴും കണ്ണൻ്റെ കുറുമ്പുകളെ പറ്റി പറയുക, അതേപറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ അവരുടെ ആ ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഗോപിക ഓടി വന്നിട്ട് പറഞ്ഞു, യശോദാമ്മേ ഇന്ന് എന്താ ഉണ്ടായെന്ന് അറിയോ, ഇന്ന് എന്താ കണ്ണൻ കാണിച്ചതെന്ന് അറിയോ എന്ന് ചോദിച്ചു കേട്ടോ.
അപ്പോൾ യശോദാമ്മ എന്താ ഉണ്ടായി എന്ന് വലിയ ആകാംക്ഷയോടെ ഇരിക്കുന്നത്, എന്ത് കുറുമ്പാണാവോ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇവരെൻ്റെ വീട്ടിലേക്ക് വരുന്നു, കണ്ണനും ഫ്രണ്ട്സും. അപ്പം ഞാനിത് മുൻകൂട്ടി കണ്ടിട്ട് അറിഞ്ഞിട്ട് ഇനി ഒളിച്ചിരിക്കണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇവർ കയറി വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ, പാൽക്കുടങ്ങളൊന്നും താഴെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊരു ഉറിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന പാടെ ഉണ്ണി അവിടെയൊക്കെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ ഉറിയിലാണ് ഇരിക്കുന്നതേ, എത്തിച്ചിട്ട് എത്തണില്ല. വേഗം അടുത്തിരിക്കുന്ന ഒരു പീഠം ഉണ്ടായിരുന്നു, അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്നു. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കാണാട്ടോ യശോദാമ്മേ. ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നു കേട്ടോ നമ്മുടെ ഉണ്ണി. എന്നിട്ടും എത്തണില്ല. അപ്പം എന്താ ചെയ്തേ, കൂടെ വന്ന കൂട്ടുകാരെയൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പിന്നെയും അവരുടെ ആ തോളിൽ കയറി നിന്നു. എന്നിട്ട് നോക്കിയപ്പോഴും എത്തണില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാലോ ഇവരിങ്ങനെ കയറിയൊക്കെ നിൽക്കുന്നു, അത്രയും ഉയരത്തിലാണ് കെട്ടി വെച്ചിരിക്കുന്നേ. അപ്പം ഉണ്ണി എന്താ പറഞ്ഞെന്നറിയോ, കൂട്ടുകാരോട് ഒരു വടി എടുത്തു വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഒരു രസത്തിന് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ആദ്യം വെച്ചിട്ടുള്ള കലത്തിലെ പച്ചവെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിന് മുകളിലാണ് പാല് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു മണി കൂടെ അവിടെ കെട്ടിയിട്ടു. ശബ്ദം ഉണ്ടാക്കുമ്പോൾ എനിക്ക് വന്നിട്ട് അവരെ പിടിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ ഉണ്ണിക്ക് എന്തുമാത്രം ബുദ്ധി സാമർഥ്യം ഉണ്ടെന്ന്. ഞാൻ അവിടെ നിന്ന് കാണുക. കാരണം ഉണ്ണി പറയാണേ കൂട്ടുകാരോട്, അതെ ഈ ഇരിക്കുന്ന കുടത്തിലല്ല കേട്ടോ പാല് വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ മുകളിലുള്ള കുടത്തിലാണെന്ന്. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുക, അതെങ്ങനെയാ ഉണ്ണി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ, കണ്ടില്ലേ കരി അടുപ്പത്ത് വെച്ച് കാച്ചിട്ട് നേരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉണ്ണി എന്താ ചെയ്തെന്നറിയോ, വേഗം യശോദാമ്മ കെട്ടിക്കൊടുത്തില്ലേ പട്ടുകോണകം, അതങ്ങടാ ഊരി. എന്നിട്ട് ആ മണിയുടെ നാക്ക കെട്ടിയിട്ടു. പിന്നെ മണിയടിക്കില്ലല്ലോ, കണ്ട് നോക്കണേ ആ ബുദ്ധി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ യശോദാമ്മയുടെ അടുത്ത് വന്നിട്ട്. എന്നിട്ട് ഈ കുട്ടികൾ കൊണ്ടുവന്ന് കൊടുത്ത ആ വടി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒറ്റടിയെ വെച്ച് കൊടുത്തു ആ പാലിൻ്റെ കുടത്തിന് മുകളിൽ. പാലിങ്ങനെ ഒഴുകി വരിക, അതിങ്ങനെ കൈവെള്ളയിൽ എടുത്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണി. അപ്പൊ ഈ രണ്ട് കൈകളിലൂടെയും നിറയെ പാലിങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ടേ. അതാണെങ്കിലോ താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വെറുതെ വായ ഇങ്ങനെ തുറന്ന് പിടിച്ചാൽ മതി, കൃത്യമായിട്ട് അവരുടെ വായിലേക്കാണ് ആ പാലിങ്ങനെ വന്ന് വീഴുന്നത്. കുറച്ച് നേരമൊക്കെ ഞാൻ അങ്ങനെ നോക്കി നിന്നു കേട്ടോ. പിന്നെ എനിക്ക് സഹിച്ചില്ല, ഓടി ചെന്നിട്ട് ഞാൻ അങ്ങടെ വട്ടം പിടിച്ചു ഉണ്ണീനെ. എൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ കൂടെ ഉള്ളവരൊക്കെ അപ്രത്യക്ഷമായിട്ടോ, ഒറ്റെണ്ണത്തിൻ്റെ പിന്നെ അവിടെ കണ്ടില്ല. ഉണ്ണിയാണെങ്കിലോ ആ ബാലൻസ് പോയില്ലേ, ഉറിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ ഓടി ചെന്നിട്ട് അങ്ങടെ പിടിച്ചത്. അപ്പൊ പിടിച്ച ഉടനെ ഉണ്ണി കുതറി മാറാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ രണ്ട് ചൂണ്ട് വിരലും ചുണ്ടോട്, വായ നിറച്ച് പാലാണേ, ചുണ്ടോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കഷ്ടം വെച്ച പോലെ ഇരിക്കുക. എൻ്റെ പാല് കട്ടെടുത്ത് കുടിച്ചതും പോരാ, അതെല്ലാം ഉടച്ചിട്ട് അവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ട്, അതൊന്നും പോരാ. എന്നിട്ട് എന്നെ കഷ്ടം വെച്ചിട്ട് ഇരിക്കണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ തുറച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണ്ണൻ എന്താ ചെയ്തതെന്ന് അറിയോ യശോദാമ്മയെ ചോദിച്ചു. എന്താ ചെയ്തത് വേഗം പറയൂ എന്ന് പറഞ്ഞു. കാരണം അത്ര ആകാംക്ഷയോടെ ഇരിക്കുന്ന എന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യശോദാമ്മ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഗോപിക പറയണേ, ആ രണ്ട് വിരൽ ചുണ്ടോട് ചേർത്തിട്ട് ഒറ്റ ഊതല അങ്ങോട്ട് ശക്തിയിൽ രണ്ട് കൊമ്പ് വരുന്നത് പോലെയാണ് എൻ്റെ കണ്ണിലേക്ക് ആ പാൽ ഇങ്ങനെ ചീറ്റി വന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അതങ്ങടെ കണ്ണിലേക്ക് എത്തിയപ്പോൾ എൻ്റെ കണ്ണാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് യശോദാമ്മയ്ക്ക് അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഞാൻ ഇരിക്കണ്ടായിരുന്നേ. കണ്ണൊക്കെ വേദനയും ചൊറിച്ചിലും കണ്ണ് കാണാനൊക്കെ നല്ല പ്രയാസപ്പെട്ടായിരിക്കുന്നത്. ആ സമയത്താണ് ഉണ്ണി ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ യശോദാമ്മയ്ക്ക് ആകെ സങ്കടമായിട്ടോ. ഇനിയിപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയില്ലല്ലോ, കണ്ണിന് വയ്യാതെ ആയിരിക്കില്ലേ, ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് സംഭവിച്ചു, എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ വയ്യായ മാറ്റിത്തരാം എന്ന് വിചാരിച്ചു. കാരണം സ്വന്തം മകനാണ് ഇതൊക്കെ ചെയ്തു വന്നിരിക്കുന്നത്. കുടം പൊട്ടിയിട്ട് വേറെ പകരം ഒരു കുടം എടുത്ത് കൊടുക്കുന്ന പോലെയല്ലല്ലോ, കണ്ണിലേക്ക് ഇങ്ങനെ ഊതിയിരിക്കുകയാണേ. അപ്പൊ ഗോപിക പറയണേ, അതല്ലേ യശോദാമ്മയെ രസം, ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാ ഞാൻ കണ്ണിന് വയ്യാതിരിക്കണ്ടായിരുന്നേ, ഈ പാലങ്ങട് കണ്ണിന് ചീറ്റിയപ്പോൾ നല്ല സുഖം. കാരണം എൻ്റെ അസുഖമൊക്കെ മാറിയിരിക്കണു, നല്ല സുഖമായി എനിക്ക്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇപ്പോൾ ഒരു വേദനയും ഇല്ല, ചൊറിച്ചിലും ഇല്ല, നന്നായിട്ട് കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യശോദാമ്മയ്ക്ക് സമാധാനമായത്. നമ്മുടെ ഭഗവാൻ അറിയാട്ടോ ഈ ഗോപികയുടെ കണ്ണിൽ ദീനായിരുന്നു. ഭഗവാൻ അത് ചികിത്സിച്ച് ഭേദമാക്കിയതാ പാല് കൊണ്ട് അഭിഷേകം ചെയ്തിട്ട്. അതുകൊണ്ടാണ് പാലഭിഷേകം ഷീട്ടാക്കുന്നത് നേത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിന് പുറകിലുള്ള ഒരു കഥയാണ് ഇന്ന് പറഞ്ഞത്. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ. ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 ദിവസത്തെ നാമജപം ഉണ്ട് കേട്ടോ. 12,3158 നാമങ്ങളാണ് ഈ 2 ദിവസം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനിയും എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചോളൂ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.